മുനമ്പം സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പാലക്കാട് NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ. മുനമ്പം നിവാസികളുടെ സമരത്തിൽ അവർക്കു വേണ്ടി സംസാരിക്കാൻ LDFും UDFും തയ്യാറാകുന്നില്ലെന്ന് C. കൃഷ്ണകുമാർ. അവർക്കൊപ്പം നിൽക്കുകയാണ് ഒരു ജനപ്രതിനിധിയുടെ കർത്തവ്യം. സമരത്തെ വർഗീയ സമരമായി ചിലർ ചിത്രീകരിക്കുന്നു. പാലക്കാട് ജയിച്ചാൽ അവർക്ക് വേണ്ടി നിയമസഭയിൽ സംസാരിക്കുമെന്നും C. കൃഷ്ണകുമാർ സമരപന്തലിൽ മുനമ്പം നിവാസികൾക്ക് ഉറപ്പ് നൽകി. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, മുനമ്പം സമരമുഖത്തേക്ക് പാലക്കാട് NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ എത്തിച്ചേർന്നു എന്ന് മാത്രമല്ല, പാലക്കാട് ജയിക്കുകയാണെങ്കിൽ മുനമ്പത്തുകാർക്ക് വേണ്ടി സഭയിൽ സംസാരിക്കുമെന്നുള്ള ഉറപ്പും കൃഷ്ണകുമാർ നൽകിയിരിക്കുകയാണ്. വിശദാംശങ്ങൾ. ടോണി, വഖഫ് അധിനിവേശ ശ്രമം ശക്തമായിരിക്കെ കടുത്ത ആശങ്കയിലായ മുനമ്പം നിവാസികൾക്ക് വലിയ പ്രതീക്ഷ നൽകിക്കൊണ്ടാണ് ഒരു നിയമസഭാ സ്ഥാനാർത്ഥി തന്നെ ഈ സമരപ്പന്തലിലെത്തുന്നത്. കേരളത്തിൽ നിന്ന് ജയിച്ചുപോയ 140 MLAമാരും ഇവരുടെ ആശങ്കകൾക്ക് ആക്കം കൂട്ടുന്ന തരത്തിലുള്ള ഒരു നിലപാട് നിയമസഭയിൽ സ്വീകരിച്ചപ്പോൾ ഇവരുടെ ശബ്ദമാവാൻ താൻ ജയിച്ചാൽ നിയമസഭയിൽ ഉണ്ടാവും, ഇവരുടെ പ്രതീക്ഷകളെ ഹനിക്കുന്ന തരത്തിലുള്ള ഒരു നിയമവും ഐകകണ്ഠ്യേന പാസ്സാവാൻ നിയമസഭയിൽ അനുവദിക്കില്ല എന്ന ഉറപ്പ് നൽകിക്കൊണ്ട് C. കൃഷ്ണകുമാർ ഇവിടെ എത്തിയത്. അതോടൊപ്പം തന്നെ ഈ സമരത്തെ വർഗീയവൽക്കരിക്കുന്നത് ന്യൂനപക്ഷ മന്ത്രിയാണ്. ന്യൂനപക്ഷ മന്ത്രി ഒരു വിഭാഗത്തിൻ്റെ മാത്രം പ്രതിനിധിയായി മാറുന്ന തരത്തിലേക്ക് അധപ്പതിക്കുന്നു എന്ന ആക്ഷേപവും പുള്ളി ഉന്നയിക്കുന്നു. ഇതിനെ വർഗീയവൽക്കരിക്കുമ്പോൾ അത് നൽകുന്ന സന്ദേശവും മറ്റ് ചിലതാണ്. അത് സമൂഹത്തിന് ഗുണം ചെയ്യുന്നതല്ല എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് പാലക്കാട്ടെ NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ. എന്തുതന്നെയായാലും വലിയ സ്വീകാര്യതയാണ് അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിന് ലഭിച്ചത്. അത് ഇവിടുത്തെ സമരത്തിൽ 29ാം ദിവസത്തിലേക്ക് കിടന്ന ഈ മുനമ്പം ഭൂസംരക്ഷണ സമരത്തിൽ ഇതിൻ്റെ ഭാഗമായി നിൽക്കുന്നവരോട് തന്നെ നമുക്ക് ചോദിക്കാം. എന്തുതന്നെയായാലും ഇപ്പോൾ ഇവിടെ നേരത്തെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയൊക്കെ വന്നു. ഇപ്പോൾ ഒരു നിയമസഭാ സ്ഥാനാർത്ഥി ഇവിടെ എത്തുമ്പോൾ നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ പരാതി നിയമസഭയിൽ നിങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ഒരാളില്ല, നിങ്ങൾ ജയിപ്പിച്ച് വിട്ടവരൊക്കെ നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി നിൽക്കുന്നു എന്നതാണ്. അപ്പോൾ ഒരു സ്ഥാനാർത്ഥി തന്നെ ഇവിടെ എത്തുമ്പോൾ എത്രത്തോളം ആത്മവിശ്വാസവും പ്രതീക്ഷയും നൽകുന്നതായിരുന്നു C. കൃഷ്ണകുമാറിൻ്റെ സന്ദർശനം? C. കൃഷ്ണകുമാറിന്റെ സന്ദർശനം ഒത്തിരി സന്തോഷം നൽകുന്നുണ്ട്. കാരണം പലരും വരാൻ മടിക്കുന്ന ഒരു സ്ഥലമായി ഇപ്പോൾ 29 ദിവസമായി നമ്മുടെ ഇവിടെ സമരം നടക്കുന്നു. നമ്മൾ ആഗ്രഹിച്ച ആളുകൾ ഇതുവരെ നമ്മുടെ സമരപന്തലിലോട്ട് എത്തിയിട്ടില്ല. അപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സ്ഥലത്ത് നിന്നും ഒരു സ്ഥാനാർത്ഥി ഇവിടെ വന്നതിൽ ഞങ്ങൾ ഒത്തിരി സന്തോഷിക്കുന്നു. പാർലമെന്റിൽ ഞങ്ങൾക്ക് ഒരു ശബ്ദമാകാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുമെന്ന് അദ്ദേഹം ഉറപ്പ് തരുന്നുണ്ടെങ്കിൽ അത് വലിയ ഉറപ്പായി തന്നെ ഈ കേരള ജനത ഏറ്റെടുക്കുന്നു. ഇപ്പം ഇവിടുത്തെ നിങ്ങളുടെ ആശങ്ക, ഇപ്പം ഇവിടുന്ന് ജയിച്ചു പോയ MP ആയാലും ഈ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ നോട്ടീസ് നൽകിയ ലോക്സഭയിൽ നോട്ടീസ് നൽകിയത് നിങ്ങളെ പ്രതികരിക്കുന്ന ആളാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഉണ്ട് എന്ന് ഉറപ്പ് നൽകി വോട്ട് വാങ്ങിപ്പോയ ആളാണ് ഹൈബിയുടെ. അപ്പോൾ അത്തരം സമീപനങ്ങളിൽ എത്രത്തോളം നിരാശയാണ് നിങ്ങൾക്കുള്ളത്? ഇപ്പൊ അത്തരം സമീപനങ്ങളിൽ നമ്മൾ ഒത്തിരി വിശ്വസിച്ചിരുന്ന രാഷ്ട്രീയ പാർട്ടികളായിരുന്നു. ഇപ്പോൾ വലതുപക്ഷവും ഇടതുപക്ഷവും ഈ ഒരു സ്ഥലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്വസിച്ചിരുന്ന വലതുപക്ഷവും ഇടതുപക്ഷവും. പക്ഷേ ഇപ്പോൾ ജനപ്രതിനിധികളെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. കാരണം വോട്ട് ചോദിക്കാനും ജയിച്ചു കഴിഞ്ഞാൽ ടാറ്റ പറയാനും അല്ലാതെ ജനപ്രതിനിധികൾ നമ്മുടെ സ്ഥലത്തേക്ക് വരുന്നില്ല. ഇപ്പൊ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ സംസാരിക്കേണ്ടിടത്ത് അവർ സംസാരിക്കാതെ ആയപ്പോഴാണ് ഞങ്ങളുടെ സഭ തന്നെ മുന്നോട്ട് വന്നത്. സഭ മുന്നോട്ട് വന്നത് ക്രൈസ്തവരെ മാത്രം ചേർത്ത് പിടിച്ചുകൊണ്ടല്ല, ഈ പ്രശ്നം അനുഭവിക്കുന്ന മറ്റു മതസ്ഥരും ചേർത്ത് പിടിച്ചൊരു സഭ വന്നപ്പോൾ ആ സഭയെയും അതിനുവേണ്ടി സംസാരിച്ച ഞങ്ങളുടെ വൈദികരെയും വർഗീയവാദികളെന്ന് വിളിച്ച ന്യൂനപക്ഷ വകുപ്പിന്റെ മന്ത്രിയോടും ഞങ്ങൾക്ക് അതിന്റെ ഒരു പ്രതിഷേധമുണ്ട്. കാരണം ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ജനപ്രതിനിധികൾ ഇല്ലാതെ ആയപ്പോഴാണ് ഞങ്ങളുടെ സഭാ നേതൃത്വം ഞങ്ങളുടെ മുന്നിലേക്ക് വന്നതും ഞങ്ങളെ ചേർത്ത് പിടിച്ചതും. അപ്പോൾ ആ സഭാ നേതൃത്വത്തെ തന്നെ വർഗീയവൽക്കരിച്ച് ഇവിടെ ഒരു വർഗീയത സൃഷ്ടിക്കുന്നത് സത്യത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജനപ്രതിനിധികൾ തന്നെയാണ്. അവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളാണ്. ഇപ്പോൾ ഈ വഖഫ് കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ഇവർ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് എത്തുകയാണ്. അപ്പം നിങ്ങൾ ഈ തുടങ്ങി വെച്ച സമരം അത് സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും എത്തിപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുമ്പോൾ അതിനെ എങ്ങനെ കാണുന്നു? ഇപ്പം ചെല്ലാനത്ത് തന്നെ ഇത്തരം അവകാശവാദം ഉന്നയിച്ച് എത്തിക്കഴിഞ്ഞു. അപ്പോൾ അവിടെയും എല്ലാം സമാന രീതിയിലുള്ള സമരം, ഒരു കൂട്ടായ സമരത്തിലേക്ക് പോകേണ്ടി വരുമെന്ന് തോന്നുന്നുണ്ടോ? ഇത് ഒരു കൂട്ടായ സമരത്തിലേക്ക് പോകേണ്ടി വരും. മുനമ്പം എന്ന് പറയുന്നത് ലോക ജനതാ ഹൃദയത്തിൽ എഴുതി വയ്ക്കുന്ന ഒരു സമരം തന്നെയായിരിക്കും. കാരണം ഞങ്ങൾ ചെയ്യുന്ന ഈ സമരം ഞങ്ങൾക്ക് വേണ്ടിയുള്ള സമരം മാത്രമല്ല, ഈ ലോകമെമ്പാടുമുള്ള ജനതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമരമാണ്. അത് നീതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമരമായിരിക്കും. അതിന് മുനമ്പം ഒരു തുടക്കമായിരിക്കും.
എന്തിനായാലും ഇവർ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഇവരുടെ സമരം. അത് എന്തൊക്കെ പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായാലും അത് ലക്ഷ്യം കാണുന്നത് വരെയും തുടരും. വഖഫ് ഭേദഗതി നിയമം വേണം, അതോടൊപ്പം തന്നെ ഇവരുടെ റവന്യൂ അവകാശങ്ങളെല്ലാം പുനഃസ്ഥാപിക്കണം, ഇതിന്മേലുള്ള അവകാശവാദം ഒഴിയണം. അതോടൊപ്പം തന്നെ നിയമസഭയിൽ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ പാസാക്കിയ പ്രമേയം റദ്ദ് ചെയ്യണം തുടങ്ങിയ നിരവധി ആവശ്യങ്ങളാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. അത് ഈ സമൂഹത്തിൻ്റെ എല്ലാ മേഖലയെയും പ്രതികരിച്ചുകൊണ്ട് തന്നെയാണ് ഈ ആവശ്യം പറഞ്ഞത്. ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് ഇന്ന് ഈ സമരപ്പന്തലിലേക്ക് എത്തിയത്, വള്ളവും പങ്കായവും എല്ലാമായി എത്തിയത് മത്സ്യത്തൊഴിലാളികളാണ്. 2018 മഹാപ്രളയ സമയത്ത് രക്ഷാപ്രവർത്തകരായി കേരളത്തിൻ്റെ പട്ടാളം എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വിശേഷിപ്പിച്ച മത്സ്യത്തൊഴിലാളികൾ ഇവിടെ പ്രതിഷേധവുമായി എത്തുമ്പോൾ അവർക്ക് അന്ന് കിട്ടിയ പാരിതോഷികങ്ങൾ അടക്കമാണ് ഈ സമരപ്പന്തലിലേക്ക് കൊണ്ടുവന്നത്. ഇവരുടെ ഇന്നത്തെ ഈ സമരത്തിലേക്ക് ഇവരെ നയിച്ചത് എന്താണെന്ന് ചോദിക്കും. ഇപ്പോൾ നിങ്ങൾ ഇത്തരം പ്രത്യക്ഷമായ ഒരു സമരത്തിലേക്ക് തന്നെ ഇറങ്ങുന്നു, എന്താണ് ഇതിൻ്റെ ഒരു പ്രചോദനം? എൻ്റെ പ്രചോദനം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു മഹാപ്രളയ കാലത്ത് ഞങ്ങളുടെ ജീവൻ വരെ ഞങ്ങൾ നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് ഞങ്ങൾ സ്വയം രക്ഷകരായവരാണ്. ഞങ്ങൾ ഈ പ്രളയം അനുഭവിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ആളുടെയോ ഈ മതത്തിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഹിന്ദു ആണോ ക്രിസ്ത്യാനോ എന്നൊന്നും ചോദിച്ചിട്ടല്ല ഞങ്ങൾ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചത്. പക്ഷേ ഇന്നലെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ വഖഫ് മന്ത്രി ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയാണെന്ന് വെച്ചാൽ ഇവിടെ വരുന്ന അച്ഛന്മാരും ഇവിടെയുള്ള നാട്ടുകാരും വർഗീയവാദികളായിട്ടാണ് പുള്ളി ചിത്രീകരിച്ചിരുന്നത്. ഇതിൽ ഈ സമരം ചെയ്യുന്നതിൽ ഹിന്ദുവുണ്ട്, ക്രിസ്ത്യനുണ്ട്, മുസ്ലിമുണ്ട്. ഈ മത്സ്യത്തൊഴിലാളികളിൽ ഈ ബഹുമാനപ്പെട്ട വഖഫ് മന്ത്രി എന്ത് വർഗീയതയാണ് കണ്ടെത്തിയതെന്നുള്ളത് ഒന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഇവിടുത്തെ ഈ സമരം അത് എത്രത്തോളം ന്യായമാണ്, എത്രത്തോളം ആശങ്കയാണ് ഇവിടുത്തെ ജനങ്ങൾക്കുള്ളത്? അതിൽ പങ്കുചേർന്നുകൊണ്ട് തന്നെയല്ലേ ഈ സമരത്തിന് നിങ്ങൾ ഇറങ്ങുന്നത്? തീർച്ചയായും ഇത് ന്യായമായിട്ടുള്ള അവകാശങ്ങളാണ്. ഒരു മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാമെന്നുള്ള ഒരു ബാധ്യത നമ്മുടെ ഭരണഘടന നമുക്ക് തരുന്ന ഉറപ്പിലുള്ളതാണ്. അതിന് ന്യായമായ അവകാശത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതിന് സമരം ചെയ്യുന്നത്, ജീവിക്കാനുള്ള അവകാശം. അതിനാണ് ഈ അധികാരികളോട് കണ്ണു തുറക്കാൻ പറയുന്നത്. ഞങ്ങളുടെ ഈ സമരത്തിൻ്റെ ഒന്നല്ലെങ്കിൽ മരിക്കുക അല്ലെങ്കിൽ ജീവിക്കുക എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ. അതുതന്നെയാണ് ഇവർക്കും ഇവിടുത്തെ ജനങ്ങളുടെ സ്വത്ത് സംരക്ഷിക്കുന്നതിനുള്ള ഉത്തരവാദിത്വത്തിൽ നിന്നും സർക്കാർ പിന്മാറുന്നുമില്ല, ജനപ്രതിനിധികൾ പിന്മാറുന്നു. ഇവരുടെ വികാരങ്ങൾ, ഇവരുടെ ആശങ്കകൾ അതിനെ ഒന്നും തന്നെ മാനിക്കാതെ അതിനെയെല്ലാം ഹനിക്കുന്ന തരത്തിലേക്ക് സർക്കാരിൻ്റെ സമീപനങ്ങൾ മാറുന്നു. ഇവിടെ നിന്നും പോയ ജനപ്രതിനിധി അത് ഇടതുപക്ഷത്തിൻ്റെയാണ്, നിയമസഭയിലേക്ക് പോയതെങ്കിൽ ലോക്സഭയിലേക്ക് പോയത് കോൺഗ്രസിൻ്റെയാണ്. ഇവർ രണ്ടുപേരും അവർ എവിടെയാണോ ഇവിടുത്തെ ജനത്തിന് വേണ്ടി ശബ്ദമുയർത്തേണ്ടത് അവിടെ ഇവരുടെ ആശങ്കകൾ വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്ക് അവരുടെ നയസമീപനങ്ങൾ മാറുന്നു, അവരുടെ നിലപാടുകൾ മാറുന്നു. അതിലുള്ള കടുത്ത അതൃപ്തി കൂടിയാണ് ഇന്നത്തെ ഈ പ്രതിഷേധം ശക്തമാക്കിക്കൊണ്ട് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളും പരസ്യമായി സമരത്തിനിറങ്ങുന്നത്. അതോടൊപ്പം തന്നെ ഈ സമരത്തെ വർഗീയവൽക്കരിക്കാനുള്ള ഒരു വർഗീയ ധ്രുവീകരണം സമൂഹത്തിൽ സൃഷ്ടിക്കാനുള്ള വഖഫ് മന്ത്രിയുടെ ന്യൂനപക്ഷ മന്ത്രിയുടെ നീക്കങ്ങൾ, സമീപനങ്ങൾ, ഇല്ലെങ്കിൽ അത്തരം പരാമർശങ്ങൾ, അതിലൂടെയുള്ള പ്രതിഷേധമാണ് ഇവിടെ ഇന്ന് കണ്ട സമരത്തിൽ അതിന് ശക്തി പകർന്നുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ എത്തിയത്. ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് ഇവരുടെ നാവായി മാറാൻ പാലക്കാട്ട് ഇവിടെ നിന്നുള്ള ഒരു വോട്ടർമാരും ഇല്ല എങ്കിൽ പോലും പാലക്കാട്ട് നിന്ന് ജയിച്ചാൽ താൻ ഇവിടുത്തെ ജനങ്ങളുടെ ആശങ്കകൾ അത് പങ്കുവെച്ച് നിയമസഭയിൽ സംസാരിക്കില്ല, ഇവർക്കൊപ്പം നിൽക്കും എന്ന ഒരു നിലപാടെടുത്തുകൊണ്ട് ഈ സമരപ്പന്തലിൽ വന്ന് ഉറപ്പ് നൽകിയിരിക്കുന്നത്. അതിനും വലിയ സ്വീകാര്യത കിട്ടുന്നു. ഇന്ന് ഇതേ സമയം തന്നെ കത്തോലിക്ക കോൺഗ്രസ് 1000-ലധികം കേന്ദ്രങ്ങളിലാണ് ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രതിജ്ഞ എടുക്കുകയും റാലി നടത്തുകയും ചെയ്യുന്നത്. ആ രീതിയിൽ കേരളത്തിലൊട്ടാകെ തന്നെ ഈ സമരത്തിൻ്റെ അലയൊലികൾ എത്തിച്ചേരുന്നു എന്നത് തന്നെയാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. ഇതേ സാഹചര്യത്തിൽ ഇന്ന് സി കൃഷ്ണകുമാർ തന്നെ ചൂണ്ടിക്കാണിച്ചത് കേവലം മുനമ്പത്ത് മാത്രമുള്ള ആശങ്കയല്ല, സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലേക്കും ഈ ആശങ്ക പടർന്നിരിക്കുന്നു. കൽപ്പാത്തിയിൽ പോലും ജനങ്ങൾ ചോദിക്കുന്നു, നമ്മുടെ ഈ ഭൂമിക്ക് നാളെ അവകാശം പറഞ്ഞ് വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞ് ആൾക്കാരെത്തുമോ? ആ ആശങ്ക അത് ജനങ്ങളിൽ, അത് ജാതിമത ഭേദമന്യേ എല്ലാ മതസ്ഥരിലും ഉണ്ട്. മുസ്ലിങ്ങളുടെ ഭൂമിക്കും വഖഫ് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്, ഹിന്ദുക്കളുടെ ഭൂമിക്കുണ്ട്. ആ രീതിയിൽ നോക്കുമ്പോൾ ഇതിൽ ജാതിയോ മതമോ ഒന്നും തന്നെ ഇല്ല. അവരുടെ കിടപ്പാടം, അവർ ജനിച്ചു വളർന്ന മണ്ണ് സംരക്ഷിക്കുന്നതിനുള്ള സമരമാണെന്ന ഒരു പ്രഖ്യാപനം കൂടിയാണ് ഈ സമരപ്പന്തലിലെത്തുന്ന ഓരോരുത്തരും മുന്നോട്ട് വെക്കുന്നതും. രോഹിണി, ശരി സുധേഷ്, സമരമുഖത്ത് നിന്നാണ് സുധേഷ് വിവരങ്ങൾ നൽകിയത്.